അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, അതായത് സഞ്ചിത ചോദന വക്രം. എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കമ്പോണൻസ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്. അതുപോലെ തന്നെ ഡ്രോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇൻ ടു സെക്ടർ എക്കോണമി. ഒരു ടു സെക്ടർ എക്കോണമിയിൽ സഞ്ചിത ചോദന വക്രം വരയ്ക്കാനും ചോദിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അഗ്രിഗേറ്റ് കൺസപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ ഇതാണ്: സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ ആണ്. അപ്പോൾ സി ബാർ എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ കൺസപ്ഷനാണ് വരുന്നത്, അല്ലേ? ഉപഭോഗമാണ് വരുന്നത്, ഓട്ടോണമസ് കൺസപ്ഷനാണ് വരുന്നത്. ഐ എന്താണ് സൂചിപ്പിക്കുന്നത്? ഐ ബാർ എന്താണ്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഐ ബാർ എന്ന് സൂചിപ്പിക്കുന്നത്. സി അവിടെ സൂചിപ്പിക്കുന്നത് MPC മാർജിനിനെ സൂചിപ്പിക്കുന്നു. വൈ സൂചിപ്പിക്കുന്നത് അവിടുത്തെ വരുമാനമാണ്, ഇൻകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്നതെന്ന് നോക്കാം. എക്സ് ആക്സിസ് വരയ്ക്കുന്നു, വൈ ആക്സിസിൽ കുറച്ച് മുകളിലായിട്ട് ചരിച്ചൊരു വര വരയ്ക്കുകയാണ്. അതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അത് നമ്മൾ AD എന്ന് മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇക്വേഷൻ അവിടെ നോട്ട് ചെയ്യുകയാണ്. AD = C ബാർ A പ്ലസ് I ബാർ A പ്ലസ് CY എന്ന് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വരയ്ക്കണം? അഗ്രിഗേറ്റ് സപ്ലൈ കർവ് വരയ്ക്കാനുണ്ട്. അതായത് നമ്മുടെ ഒറിജിനിൽ നിന്നാണ് മുകളിലോട്ട് വരയ്ക്കണം. ഒരു 45 ഡിഗ്രിയിലാണ് നമ്മൾ മേപ്പോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഒറിജിൻ അടുത്ത് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? 45 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഒറിജിനിൽ നിന്നും വരച്ചിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, അതിനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈനും കൂട്ടിമുട്ടിയ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റാണ്, അതായത് നമ്മൾ O എന്ന പോയിന്റിൽ നിന്നും 45 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും അതുപോലെ അഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻകം, ആ ഒരു ലൈനാണ് ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. അത് നമ്മൾ താപ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, Y എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് സന്തുലിത വരുമാനം എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ടു സെക്ടർ എക്കോണമിയിൽ വരയ്ക്കേണ്ടത്.